ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ. നമുക്കിന്നൊരു ലെമൺ ലോഫ് തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതിലേക്ക് കുറച്ച് ഷുഗർ ഗ്ലേസും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്, ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എങ്ങനെയാണിത് ഈസി ആയിട്ട് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തു. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം ലെവൽ ചെയ്ത് വേണം അളന്നെടുക്കാനായിട്ട്. മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അളന്നെടുക്കുമ്പോൾ നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്തു. ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു തവി ഉപയോഗിച്ച് മിക്സ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഒരു അരിപ്പയിലൂടെ ഒന്ന് ഇടഞ്ഞെടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലാം ഈവൻ ആയിട്ട് മൈദയിലേക്ക് മിക്സ് ആകണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് ക്രീം ചെയ്തെടുക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ 100 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഉപ്പില്ലാത്ത ബട്ടർ വേണം. അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിലിരിക്കുന്നതാണെങ്കിൽ നേരത്തെ എടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് മാറ്റിയതിന് ശേഷം വേണം കേക്കിലേക്ക് ചേർക്കാൻ. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് ക്രീം ചെയ്തെടുത്തു, നല്ല ഫ്ലഫിയായി. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഷുഗർ പൗഡറാണ്. 1/4 കപ്പ് പഞ്ചസാര അളന്നെടുത്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ്. തരിയോട് കൂടിയ പഞ്ചസാരയാകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തത്. തീരെ ഫൈൻ പൗഡർ ആക്കണം എന്നില്ല, എന്നാൽ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടുക വേണം. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ബട്ടറും ഷുഗറും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ്. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ല പതപ്പിച്ചെടുക്കണം. ഈ 2 സ്റ്റെപ്പ് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. ഈ ഒരു അളവിലേക്ക് 2 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ അതും റൂം ടെമ്പറേച്ചറിലുള്ളത് ആയിരിക്കണം. മുട്ട ചേർത്ത് കഴിഞ്ഞ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. മുട്ട ചേർത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് പിരിഞ്ഞതുപോലെ വരും ഈ ബാറ്റർ. അത് കുഴപ്പമില്ല, നമ്മൾ പിന്നെ മൈദയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഇപ്പോൾ മുട്ട ആവശ്യത്തിന് മിക്സ് ചെയ്തു, നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ലെമൺ സെസ്റ്റാണ്. 1 നാരങ്ങയുടെ തൊലി, അതിൻ്റെ വെള്ള ഭാഗം ഒട്ടും വരാതെ ചിരുകിയെടുത്തതാണ്. പിന്നെ വേണ്ടത് നാരങ്ങ ജ്യൂസാണ്. അതും 1 നാരങ്ങയുടെയാണ്. അത് 2 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഞാനിതിലേക്ക് 2 ml ലെമൺ എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മളിതിലേക്ക് നാരങ്ങയുടെ തൊലിയും അതുപോലെ ജ്യൂസും ചേർക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നാരങ്ങയുടെ നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ ഫ്ലേവർ ഒന്നുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലെമൺ എസൻസ് ചേർത്തത്. അത് 2 ml മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മൈദയാണ്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്ന മൈദ. 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മൈദ ചേർത്ത് ഇളക്കുമ്പോൾ ഒട്ടും ബലം കൊടുക്കാതെ നല്ല സ്മൂത്തായിട്ട് ഇളക്കിയെടുക്കണം. കാരണം നമ്മൾ മുട്ട ഇതിലേക്ക് പതപ്പിച്ച് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ എയർ ഒട്ടും പോകാതെ, മുട്ടയുടെ പത അടങ്ങാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ലോഫ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഡിസ്പോസിബിൾ ലോഫ് ടിന്നാണ്. അത് നന്നായിട്ട് ബട്ടർ പേപ്പർ ഇട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാറ്റർ ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം ഞാനൊരു അലുമിനിയം ചരുവത്തിലാണ് ബേക്ക് ചെയ്യുന്നത്. അതൊരു ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തു. അതിലേക്കൊരു റിങ് ഇറക്കി വെച്ചു. അതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ വെച്ചിട്ട് ഇത് 1 മണിക്കൂർ കൊണ്ടാണ് ബേക്കായി വന്നത്. കാരണം ഇത് ലോഫ് ടിൻ ആയതുകൊണ്ട് കുറച്ച് ഒതുങ്ങിയാണല്ലോ ഇരിക്കുന്നത് ബാറ്റർ. അതേസമയം റൗണ്ട് കേക്ക് ടിൻ ആണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഇത് വെന്ത് വരും. അപ്പോൾ ആദ്യം ഒരു 35 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് വെന്തോന്നറിയാനായിട്ട്. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞതിന് ശേഷം സിമ്മിലും വെച്ചാൽ മതി. ഇതിപ്പോൾ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ ആ കേക്ക് ടിന്നിൽ നിന്നത് മാറ്റി. ഇപ്പോൾ സൈഡെല്ലാം നമ്മൾ ഓവനിൽ വെക്കുന്ന പോലെ തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ലോഫ് ടിൻ ആ റിങ്ങിലേക്ക് ഇറക്കി വെച്ചപ്പോൾ നടുഭാഗം കുറച്ചൊന്ന് കുഴിഞ്ഞാണ് ഇരുന്നത്. അതുകൊണ്ടാണ് മുകൾ ഭാഗത്തൊരു ചെറിയ ഷേപ്പ് വ്യത്യാസം. പക്ഷേ നന്നായിട്ട് വെന്ത് നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്.
ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ഗ്ലേസ് ഒഴിച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം ഐസിങ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ലെമൺ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞെടുത്ത ഉടനെ തന്നെ ഉപയോഗിക്കണം. അതൊന്ന് അരിച്ചെടുക്കുന്നതാണ് നല്ലത്. ലെമണിൻ്റെ സീഡോ അല്ലെങ്കിൽ ചെറിയ അല്ലികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ച് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒട്ടും തരിയില്ലാതെ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്പൂണും കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗ്ലേസ് ആക്കി എടുക്കണം. ഇപ്പോൾ ഷുഗർ ഗ്ലേസ് തയ്യാറായി. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ഓവർഫ്ലോ ചെയ്ത് പോകും. അത് കുഴപ്പമില്ല. എക്സസ് ആയിട്ട് വരുന്നതൊന്ന് ഒരു സ്പാച്ചുല വല്ലതും ഉപയോഗിച്ചൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് പെട്ടെന്ന് തന്നെ നല്ല കട്ടിയായി നല്ല സെറ്റായി വരും. അപ്പോൾ ഒരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. സാധാരണ റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും ഇത് നന്നായിട്ട് സെറ്റായി വരും. ഇപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ ഗ്ലേസ് ഒക്കെ നന്നായിട്ട് തണുത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ലെമൺ സിസ്റ്റ് മീതെ ഒന്ന് ഇട്ടിട്ടുണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ വളരെ മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. നല്ല ലെമൺ ഫ്ലേവർ ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.